ഒരു ജനപ്രിയ ഗതാഗത മാർഗം മാത്രമല്ല ഇന്ത്യൻ റെയിൽവേ സർവീസുകൾ. അത് ചരക്ക് നീക്കത്തിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗുഡ്സ് ട്രെയിൻ ഏതാണെന്നും അത് ഏത് റൂട്ടിലാണ് ഓടുന്നതെന്നും അറിയണോ? എങ്കിൽ കേട്ടോളൂ. സൂപ്പർ വാസുകി എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ട്രെയിനിന്റെ പേര്. ഇതൊരു യാത്രാ ട്രെയിൻ അല്ല എന്നതാണ് മറ്റൊരു വസ്തുത. കൽക്കരി കൊണ്ടുപോകുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഈ ചരക്ക് ട്രെയിനിന് 295 വാഗനുകളാണ് ഉള്ളത്. 6 എഞ്ചിനുകൾ ഉപയോഗിച്ചാണ് ഈ ട്രെയിൻ വലിക്കുന്നത്. സൂപ്പർ വാസുകിയുടെ ആകെ നീളം അതിൻ്റെ എഞ്ചിനുകൾ ഉൾപ്പെടെ ഏകദേശം 3.5 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം ആഘോഷിച്ച ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായാണ് 2022 ഓഗസ്റ്റ് 15-ന് ഇന്ത്യൻ റെയിൽവേ ഈ കൂറ്റൻ ചരക്ക് തീവണ്ടി പുറത്തിറക്കിയത്. വൈദ്യുതി നിലയങ്ങളിലേക്ക് സ്ഥിരമായി കൽക്കരി വിതരണം ഉറപ്പാക്കുകയെന്ന പ്രധാന ലക്ഷ്യത്തോടു കൂടിയാണ് സൂപ്പർ വാസുകി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഒറ്റയടിക്ക് 27,000 ടൺ കൽക്കരി വഹിക്കാൻ ഇതിന് കഴിയും. ഛത്തീസ്ഗഡിലെ കോർബ മുതൽ മഹാരാഷ്ട്രയിലെ രാജ്നാന്ദ്ഗാവ് വരെയുള്ള റൂട്ടിലാണ് സൂപ്പർ വാസുകി സർവീസ് നടത്തുന്നത്. 5 സ്റ്റാൻഡേർഡ് ചരക്ക് ട്രെയിനുകൾ സംയോജിപ്പിച്ചാണ് ഈ മെഗാ ട്രെയിൻ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 11 മണിക്കൂറും 20 മിനിറ്റും നീണ്ടു നിൽക്കുന്നതാണ് ഒരു ദിവസത്തെ സൂപ്പർ വാസുകിയുടെ യാത്ര. ഇന്ത്യൻ റെയിൽവേയുടെ ഇന്ധന ഗതാഗതത്തിൽ ഒരു റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ട് ഒരു ദിവസം മുഴുവൻ 3000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ഇന്ധനം നൽകാൻ ഈ സൂപ്പർ വാസുകി ട്രെയിനിന് കഴിയും. പരമ്പരാഗത റെയിൽവേ സജ്ജീകരണങ്ങൾക്ക് 100 ടൺ വീതമുള്ള 90 കാറുകൾ ഉപയോഗിച്ച് ഒരു യാത്രയിൽ ഏകദേശം 9,000 ടൺ കൽക്കരി കൊണ്ടുപോകാൻ കഴിയും. ഊർജ ആവശ്യകത കൂടിയ സീസണിൽ വൈദ്യുതി നിലയങ്ങളിൽ ഇന്ധനക്ഷാമം ഉണ്ടാകാതിരിക്കാൻ കൽക്കരി കൊണ്ടുപോകുന്നതിന് സൂപ്പർ വാസുകി അല്ലെങ്കിൽ ദൈർഘ്യമേറിയ ചരക്ക് ട്രെയിനുകൾ കൂടുതൽ തവണ ഉപയോഗിക്കാൻ റെയിൽവേ പദ്ധതിയിടുന്നു. തീവണ്ടികൾ കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചരക്കുകളിലൊന്നാണ് കൽക്കരി. കൂടുതൽ ദൂരത്തേക്ക് കൂടുതൽ സാധനങ്ങൾ വഹിച്ചുകൊണ്ടു പോകുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ദൈർഘ്യമേറിയ ചരക്ക് ട്രെയിനുകൾ പരീക്ഷിച്ചു വരികയാണ്. ഇത് ചെയ്യുന്നതിലൂടെയും നിരവധി ട്രെയിനുകളുടെ നിരവധി ഗ്രൂപ്പുകൾ ഓടുന്നതിലൂടെയും ഗതാഗതത്തിനുള്ള സമയം ലാഭിക്കാനും റെയിൽവേ ട്രാക്കുകളിലെ തിരക്ക് കുറയ്ക്കാനും അവർ പ്രതീക്ഷിക്കുന്നു. സൂപ്പർ വാസുകി ഒരു റെയിൽവേ സ്റ്റേഷനിലൂടെ കടന്നു പോകുമ്പോൾ അത് പോയി തീരാൻ ഏകദേശം 4 മിനിറ്റ് സമയമെടുക്കും. ഒരാൾ ട്രെയിനിൻ്റെ ഒരറ്റത്ത് നിന്ന് കോച്ചുകൾ എണ്ണി മറ്റേ അറ്റത്തേക്ക് നടന്നാൽ ഏകദേശം 1 മണിക്കൂർ എടുക്കുമത്രേ എണ്ണിത്തീരാൻ. ഒരു സാധാരണ ചരക്ക് ട്രെയിനിനേക്കാൾ 3 ഇരട്ടി ഭാരം വഹിക്കാനുള്ള ശേഷി ഇതിനുണ്ട് എന്നതാണ് സൂപ്പർ വാസുകിയുടെ മറ്റൊരു പ്രത്യേകത.